ഹായ്. ഒരു 2 ദിവസം മുപ്പാടേ ഒരു ജ്വല്ലറിയിൽ ഒരു പെണ്ണ് കയറി സ്പ്രേ അടിച്ച് ബോധം കെടുത്തി സ്വർണം കക്കാനുള്ള ഒരു പരിപാടി ചെയ്തു. ആ പെണ്ണിനെ പിടിക്കുകയും ചെയ്തു. കാലൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത് ഒരു സീൻ കണ്ടു. അപ്പോൾ അതിലെ കമൻറ്റ് ബോക്സ് ഞാനെടുത്ത് വായിച്ചപ്പോൾ പല ആൾക്കാരും പറയണത് ഒരു പെണ്ണല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അതുപോലെ തന്നെ കുടുംബത്തെ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്, മക്കളുണ്ടായിരിക്കാം, അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കമൻറ്റുകളാണ് പറയണത്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അതായത് അമ്മയും അമ്മയുടെ കാമുകനും കൂടി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളൊരു പരാതി ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അതുപോലെ തന്നെ സ്വന്തം അമ്മ കാമുകനുമായിട്ട് ബെഡ്റൂമിൽ കയറുന്ന പല പ്രാവശ്യം കണ്ട് അതിനെ പ്രതിരോധിക്കാൻ നോക്കിയ മകനെ മാരകമായി പീഡിപ്പിക്കുകയും തല്ലും അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്ത് ആ കുട്ടിയെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ മരിച്ചിട്ടുള്ള വിഭജിക, ആതിര, അതുപോലത്തെ ഒരുപാട് ഉത്ര, അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചത്, ഇതൊക്കെ ആണുങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, വ്യക്തമായിട്ട് നമ്മളൊരു കാര്യം അതിനെക്കുറിച്ച് പറയണില്ല. കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ ബാധിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ, അതായത് സഹോദരി, എല്ലാവരും ഒരു കുടുംബമടക്കമാണ് നമ്മൾ അധിക്ഷേപിച്ച് കുറ്റങ്ങൾ പറയണത്. അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാചകങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ വരുന്നത്? കാരണം അവരിങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ ആണുങ്ങൾ പല ആൾക്കാരും, ഇപ്പം ഞാനൊക്കെ ഒരു പ്രവാസിയാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മളത് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ എനിക്കതിൽ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവിടെ നിന്ന് അയക്കുന്ന പൈസ കിട്ടുമ്പോൾ അവിടെ ചെയ്യുന്ന സന്തോഷമായിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് അവർ നല്ല രീതിയിൽ ജീവിക്കുക കാണുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം അത് വേറൊരു എഫക്റ്റാണ്. അതൊക്കെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക്, ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാരണം വെച്ചാൽ തെറ്റുകൾ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ന്യായീകരിക്കാൻ നമ്മൾ ഒരിക്കലല്ല. ഇപ്പോൾ ഇതൊരു ആണാ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പല പ്രശ്നങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവും. പല ആണുങ്ങളും ഇപ്പോൾ കൊലപാതകം ചെയ്താലും കളവ് ചെയ്താലും പിടിച്ചു കൊണ്ടുപോകുന്നത്, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തല്ല്, കോടതിക്ക് കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത്. പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് വിലങ്ങ് വെച്ച് കൊണ്ടുപോയി അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ട് തല്ലുന്നതോ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ തോന്നിമാരി നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല സ്വാതന്ത്ര്യം. സമത്വം എന്ന് പറയുന്നത് തുല്യത എന്നുള്ളതാണ് അതിനെ അറിയിക്കുന്നത്. ആ തുല്യത എന്ന് പറയുന്നത് നിയമത്തിലും എല്ലാ കാര്യത്തിലും തുല്യത തന്നെയായിരിക്കണം. ഈ ഓണംകളി എന്ന് പറയണതൊക്കെ പല ആണുങ്ങളും അത് ഒരുപാട് രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത പാട്ടുകളാണ് നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കുന്നത്. ഓണംകളി പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് അത് കാണാനും കേൾക്കാനും നല്ല രസമാണ്. ഇന്ന് നിങ്ങൾ ഈ ഉത്സവപറമ്പുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈകുട്ടികളി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ അവരെപ്പോലും കാമവെറിയോടുകൂടി മറ്റുള്ള ആൾക്കാർ നോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഷോർട്സ് എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം പെൺകുട്ടികളായ കാരണം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ഈ ഉത്സവപറമ്പുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരപ്പാവാട ഇട്ട് വന്ന് ഈ ഷോർട്സ് ഇട്ടിട്ട് വന്നിട്ട് ഇവർ കളിക്കേണ്ട, ഇവരെ പാവാട പൊങ്ങാൻ വേണ്ടി മാത്രം ഇവർ ആ തിരിയിലും കറക്കലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊക്കെ ഒരു ഡാൻസാണോ? നമ്മൾ അംഗീകരിക്കും. നമ്മൾ ഇപ്പം എന്താ പറയുക, കലോത്സവങ്ങളിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്, അവരുടേതായിട്ടുള്ള കഴിവുകൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതല്ല ഇതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇവരുടെയൊക്കെ ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വന്ന് കളിക്കുന്ന കാരണം ഇവർ ഗംഭീര കളിയായ കാരണം കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ കാണികൾ ഒരുപാടുള്ളതെന്നാണ്. ഇവരെന്തിനാണ് ഈ കാണികൾ വന്നിരിക്കുന്നതെന്നുള്ളതൊക്കെ എല്ലാവരും, ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ സദാചാരം പറയുന്ന കുറേ ആണുങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രശ്മി നായർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അവാർഡും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് കാണുന്ന ആൾക്കാരൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലവാരമുള്ള ആൾക്കാർ സെലിബ്രിറ്റികളായതിൻ്റെ കാരണം സദാചാരം പറഞ്ഞു നടക്കുന്ന കുറേ ആണുങ്ങളും അതുപോലെ തന്നെ കുറേ പെണ്ണുങ്ങളും. അതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. സത്യം, അതായത് നമ്മുടെ നാട്ടിലെ അടുത്ത വരുന്ന തലമുറയിലെ കുട്ടികൾ നല്ല രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ ഈ വക ചേറ്റ പരിപാടികളൊക്കെ നിർത്തിയാൽ മാത്രമാണ് കുട്ടികൾ പഠിക്കാനും അതുപോലെ തന്നെ നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കൂടുള്ളൂ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കേരളം എന്ന് പറയുന്നത് ഒരു പട്ടായമായിട്ട് മാറും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഷോർട്സും ബിക്കിനിയൊക്കെ ഇട്ട് കടലോരങ്ങളിലും വഴിത്തെരുവുകളിലും നിൽക്കുന്ന പെൺകുട്ടികളായി മാറും കേരളത്തിലെ പെൺകണ്ണങ്ങൾ. നിങ്ങളതൊക്കെ അതിനുള്ള വഴിയാണ് നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ.